ഓർക്കാട്ടേരി റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും ജമയത്തുൽ മുഅല്ലിമീനും സംയുക്തമായി മിഹ്റ ജാനുൽ ബിദായ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മദ്രസത്തു സിദ്ദീഖിയ മണിയാർത്ത് വെച്ച് നടന്ന പരിപാടി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ സയ്യിദ് ഹൈദ്രോസ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 2 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഓർക്കാട്ടേരിയെ മദ്രസയുടെ പുനരുദ്ധാരണം 90% എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് അടുത്ത് കണ്ടാണ് അവർ വിഭാവനം ചെയ്തിട്ടുള്ള രൂപകൽപ്പനകൾ ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ല. അങ്ങനെ ഒന്നുമല്ലാതിരുന്ന സംവിധാനങ്ങൾ ഈ മണിയാർത്ത മദ്രസയെക്കുറിച്ച് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഉണ്ടായിരുന്നു. കാലങ്ങളോളം പല മദ്രസകളുടെയും അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് വളരെ സൗകര്യപ്രദമായ ക്ലാസ് റൂമുകൾ, എല്ലാ അർത്ഥത്തിലും കുട്ടികളുടെ മാനസിക ഗതി വ്യതിയാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ. വടകര തായങ്ങാടിയിലെ ഒരു മദ്രസയിലൊക്കെ 4 സ്മാർട്ട് ക്ലാസ് റൂമുകൾ സംവിധാനിച്ചുകൊണ്ടൊക്കെ പരിപാടി സംഘടിപ്പിക്കാനുള്ളത് മതപഠനത്തോട് മാനേജ്മെന്റ് കമ്മിറ്റിയും നാട്ടുകാരും കാണിക്കുന്ന അതീവ താല്പര്യം. ഇവിടെ മൂന്നിലത്തായ കുട്ടികളെ ഉള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഒരു 500 കുട്ടികളുടെ സൗകര്യം ഇവിടെ കൊടുക്കണമെന്ന് സാധിക്കും. പക്ഷെ കുട്ടികളില്ല, നമ്മുടെ കയ്യിൽ കുട്ടികൾ വേണ്ട നമ്മുടെ പ്രദേശത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിൽ ചിന്തിക്കേണ്ടി വരുന്നത്. പക്ഷെ എന്നാലും സൗകര്യത്തിൻ്റെ കാര്യത്തിലോ നമ്മൾ അല്പം പുറകോട്ടാണ്. എല്ലാ സൗകര്യങ്ങളും സംവിധാനിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനി അറിവ് കൊടുക്കും. സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് 15 മദ്രസകൾക്ക് ആദ്യമായി രൂപകൽപ്പന ചെയ്തപ്പോൾ ആദ്യമായി അംഗീകാരം കൊടുത്തത് കേരളത്തിൽ 15 മദ്രസകൾക്കാണ്. അതിൽ 15ാമത്തെ മദ്രസ വടകര ബുസ്താനൊരു മദ്രസയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൊല്ലമായി നമ്മുടെ നാടിന്റെ സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. മഹാനായ കായികത്വവും സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പക്കി തങ്ങൾ ഇന്ന് പല ആളുകളും ഇതിന്റെ പ്രതാപങ്ങളും ഇതിന്റെ നേട്ടങ്ങളൊക്കെ ഏറ്റെടുക്കാനുണ്ടാകും. പക്ഷേ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് മഹാനായ കായികത്വവും സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പക്കി തങ്ങൾ മദ്രസ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകി തന്റെ പോക്കറ്റിലുള്ള കാശെടുത്തുകൊണ്ട് അതിന് ചെലവഴിച്ചു. അന്നത്തെ പണ്ഡിതന്മാർ അവരുടെ പോക്കറ്റിൽ നിന്നുള്ള കാശെടുത്തുകൊണ്ടാണ് അവരതിനു വേണ്ടി പ്രവർത്തിച്ചതും ചെലവാക്കിയത്. അങ്ങനെ അതിദരിദ്രമായ ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയ മഹാരഥന്മാരായിരുന്നാൽ നമുക്ക് അഭിമാനിക്കാത്ത വകയുണ്ട്. ആരാണ് മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്? കായികവും സയ്യിദ് അബ്ദുറഹിമാൻ ബാപ്പക്കി. അതുകൊണ്ട് തന്നെ ഇന്നത് 11,000-ലധികം മദ്രസയിൽ എത്തി നിൽക്കുന്നു. നമ്മൾ ആവേശത്തോടു കൂടി 11,000-ന്റെ വണ്ണം പറയുമ്പോഴും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കമ്മിറ്റി ജനറൽ സെക്രട്ടറി സഫീർ ചാത്തോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബ്ദുൽ സലാം മൗലവി അധ്യക്ഷത വഹിച്ചു. തൽഹത്ത് ഉസ്താദ് പ്രാർത്ഥന നടത്തി. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് സെക്രട്ടറി നാസർ എടച്ചേരി ആമുഖ ഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി മജീദ് ഹാജി, റേഞ്ച് വൈസ് പ്രസിഡന്റ് VP അഷ്റഫ് ഒഞ്ചിയം, സദർ മുഅല്ലിം ജംഷീർ ധാരിമി, മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് ഷംസീർ KM, മദ്രസ അധ്യാപകരായ ജാഫർ നിസാമി, സാബിത് ഖസാലി, അബ്ദുസമദ് മിസ്ബാഹി, നൂറുദ്ദീൻ നിസാമി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. മഹല്ല കമ്മിറ്റി ട്രഷറർ ഷംസുദ്ദീൻ PK നന്ദി പറഞ്ഞു. ചടങ്ങിൽ നിരവധി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കാളികളായി.